ക്യാ- അത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴുള്ള ഒരു പ്രശസ്ത നടന്റെ ഒരു കെയർ ഓഫിൽ വന്നൊരു ഷോ ആയിരുന്നു. കുവൈറ്റിലോ ദുബായിലോ ആണെന്ന് തോന്നുന്നു. എന്നോട് ആ പുള്ളി ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചു, സഹകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. പക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ദിവ്യയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിക്കും, ദിവ്യ സംസാരിച്ചോ, പേയ്മെന്റ് എങ്ങനെയാണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പുള്ളി ചോദിച്ച ഉടനെ ഒരു ബന്ധവുമില്ല, എന്നെ കണ്ടിട്ട് പോലും ഇല്ല പുള്ളി നേരിട്ട്. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് എത്രത്തോളം ധൈര്യത്തില് സഹകരിക്കാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവർക്കത് സ്ഥിരം ഒരു ഏർപ്പാടായതുകൊണ്ടല്ലേ അത് ചോദിക്കുന്നത്. അതിനുശേഷം ഞാൻ കൂടുതൽ ഇതില് ഒരു ഗൾഫ് ട്രിപ്പിന് പോകാൻ വേണ്ടി ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടില്ല. അതാണ് സത്യം. ഓക്കെ, പുള്ളി അങ്ങനെ പറഞ്ഞപ്പോ ദിവ്യ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തത്? അല്ല, എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഒന്നാമത് എനിക്ക് പുള്ളിയെ നേരെ അറിയത്തില്ല. എന്റെ സ്വഭാവം അനുസരിച്ച് എങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ ഞാൻ ഒരുപാട് മെസ്സേജ് ഇട്ടു. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാര്യം ആ സമയത്ത് കൊറോണ ടൈം എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം കിട്ടിയാൽ ഭയങ്കര ഒരു കുടുംബമെല്ലാം നമുക്കത് പ്രോഗ്രാമൊക്കെ വളരെ കുറവായിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ആയി വന്നപ്പോൾ ഞാൻ ഒരുപാട് ആശിച്ചിരുന്നു, ഒരു പ്രോഗ്രാം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പുള്ളി അങ്ങനെ അത് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പുള്ളിക്ക് പക്ഷെ അവസാനം എൻ്റെ മെസ്സേജൊക്കെ കണ്ടിട്ട് പുള്ളി അവസാനം എന്നോട് സോറി ചോദിച്ചു. അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ആരുടെ ഞാൻ ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. ഇതിപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ പറയേണ്ടി വന്നു. അതുപോലെ പുറത്തോട്ട് നല്ലൊരു ഷോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നല്ലൊരു ഷോ വന്നാൽ പോവും. പക്ഷെ ഇതാണ് ഇപ്പൊ നടക്കുന്നത്. എങ്ങനെയാണ്, ഞങ്ങളിപ്പോ പോയില്ലെങ്കിൽ അതിന് പകരം വേറെ പിള്ളേരുണ്ട്, നമ്മുടെ സ്ഥാനത്ത്. ഒരുപാട് സിംഗേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മള് ഇതിന് സഹകരിച്ചില്ലെങ്കിൽ സഹകരിച്ചു പോകുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷോ ഇല്ലെങ്കിലും എങ്കിലും എനിക്ക് വിഷമമില്ല. ഞാൻ ഇവിടെ അത്യാവശ്യം പ്രോഗ്രാം ഉണ്ട്, അതെല്ലാം വെച്ച് പോവാൻ നമുക്കറിയാം. അപ്പൊ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം പൊതുവില് ഇങ്ങനെ ഷോസ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ലേ, അപ്പൊ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? എല്ലാവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ എനിക്ക് വന്ന അവസ്ഥ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ കാര്യം എങ്ങനെയാണോ എന്ന് അറിയത്തില്ല. അല്ല, വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എന്നോട് എന്റെ കൂടെ കൂട്ടുകാരികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, സഹകരിക്കാൻ തയ്യാറാവണമെന്ന് ചോദിച്ചവരുണ്ട് പച്ചയ്ക്ക്. അപ്പൊ അവരൊക്കെ അവരോട് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തതെന്ന് അറിയോ? ഒന്നുകിൽ ആ ഷോ വേണ്ടാന്ന് വെക്കും. അതാണ് ഇപ്പോഴും ഈ എന്താ പറയാ ലോ ലെവലിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാരും എന്താ പറയണ്ട, ഇങ്ങനെ ഒരു സംഭവം അത്യാവശ്യം ഇപ്പൊ പിന്നണി ഗായകരായി നിൽക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് പാടുന്നവര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, ഗാനമേള സിംഗേഴ്സ് തന്നെ ഉണ്ട്. എന്തുകൊണ്ട് അവര് കയറി പോകുന്നില്ല? ഇതൊക്കെയാണ് കാരണം. അവസരങ്ങള് നമ്മള് ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും വേണ്ട.